നമ്മൾ ഇനി പോകുന്നത് മലബാറിലേക്കാണ്. മലബാറിൽ നിന്ന് AK അഭിലാഷ് ഉണ്ട്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വെങ്കി. അഭിലാഷ്, ഇന്നലെ കോഴിക്കോട് നല്ല മഴയാണെന്നൊക്കെ കേട്ടു, ഹാപ്പി അല്ലേ? മഴ ശക്തമായ മഴയാണ്. മലയോര മേഖലയിലടക്കം ശക്തമായ മഴ ലഭിച്ചു. അതോടൊപ്പം തന്നെ പ്രധാനമായും ചൂടിന് വലിയ തരത്തിലെ ശമനമുണ്ട് എന്നാണ്. അതോടൊപ്പം തന്നെ കുടിവെള്ളക്ഷാമമൊക്കെ രൂക്ഷമാവുന്ന പ്രദേശങ്ങളൊക്കെ മഴ ഗുണം ചെയ്തു എന്ന് വേണം പറയാൻ. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ചില ദുരിതം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോവൂരാണ്. കോവൂരിൽ ഇന്നലെ രാത്രി 8 മണിയോട് കൂടി നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഈ ബസ് സ്റ്റോപ്പിൽ ആളുകൾ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ശശി എന്ന് പറയുന്ന ഒരാളായിരുന്നു ഇവിടെ കടന്നു എന്നാണ് അറിയുന്നത്. ഏതായാലും ഈ രാത്രി ഏതാണ്ട് 9-9:30 കൂടി തന്നെ വലിയ തരത്തിലെ മഴ പെയ്യുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ശശി ഈ കാണുന്ന ഡ്രൈനേജിലേക്ക് വീഴുകയും ചെയ്തു. ഏതാണ്ട് 3 മണിക്കൂറോളം നേരമാണ് ഇന്നലെ ഫയർഫോഴ്സ് പരിശോധന നടത്തി. ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും പരിശോധന ഇന്ന് രാവിലെ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതാണ്ട് 8 അടിയോളം താഴ്ചയുണ്ട് ഈ ഭാഗത്ത് ഈ ഡ്രൈനേജിന്. അതോടൊപ്പം തന്നെ ഇതിന് സ്ലാബ് ഇട്ട് മൂടുകയോ മറ്റോ ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടേക്ക് വീഴാതിരിക്കാൻ ഏതെങ്കിലും കമ്പി വേലി സ്ഥാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ നമുക്കൊരു കാര്യം തീർത്ത് പറയേണ്ടി വരും. കാരണം ഈ ബസ് സ്റ്റോപ്പിലെ നിർമ്മാണം തീർത്തും അശാസ്ത്രീയമായിട്ട് തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഈ ഡ്രൈനേജിൻ്റെ മുകൾ ഭാഗത്താണ് യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാതെ തന്നെ ഇത്തരത്തിലൊരു ഡ്രൈനേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ശശി താഴോട്ട് വീഴുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ സാധാരണഗതിയിൽ അദ്ദേഹം കിടക്കാറുണ്ടായിരുന്നു എന്നാണ് ഈ അയൽവാസികളൊക്കെ പറയുന്നത്. ഇതിന് സമീപത്തായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. അതായത് ഈ കാണുന്ന ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് കാണുന്ന വീടിൻ്റെ പിൻവശത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത് എന്നാണ് ഈ ആളുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ കുറ്റ്യാടി മേഖലയിലുള്ളതാണ്. അവരൊക്കെ ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തുകയും ചെയ്തു. ഏതായാലും ഫയർഫോഴ്സ് 3 കിലോമീറ്ററോളം ദൂരത്തിൽ ഇന്നലെ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും ഈ സ്ലാബിട്ട് മൂടാത്ത ഭാഗങ്ങൾ അതോടൊപ്പം തന്നെ കാട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണുള്ളത്. ഇതിൻ്റെ ഇടയിലൊക്കെ തെരച്ചിൽ വളരെ ദുഷ്കരമായിരുന്നു, പ്രത്യേകിച്ച് രാത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ ഉയരത്തിൽ തന്നെ ഈ വെള്ളവും ഉയർന്നു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ തെരച്ചിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. ആളുകളും നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ തിരച്ചിൽ വ്യാപകമായി നടത്തി. ഏതാണ്ട് 3 കിലോമീറ്ററോളം ദൂരത്തിൽ തെരച്ചിൽ നടത്തുകയും ചെയ്തു. ഏതായാലും ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാം? അവർക്ക് ഇന്നലെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് അറിയാമോ? നിങ്ങളിവിടെ ഉള്ള ആളുകളൊന്നും ആരും ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു സാർ? എന്താണ് സംഭവിച്ചത്? അത് ഇന്നലെ പുള്ളിക്കാരൻ കോരുന്ന ഒന്ന് അതാ അവിടെ സൈഡിൽ ഇരുന്നതാ. അവിടെ ഇരുന്നപ്പോൾ വേറെ നമ്മൾ 2 ലോയ്ക്കാരുണ്ടായിന്. ഓലായിട്ട് അവസ്ഥാനം പറയുന്നത് നല്ല മഴയാണ്. അതിക്ക് നേരെ ബാക്കോട്ട് മാളി വീഴും. കൂടുതൽ ആളുണ്ടായിരുന്നു? 2 ആൾ പേരുണ്ട്. പക്ഷെ ഓല കൂടെ ഇല്ല. അവരിവിടെ സ്റ്റോപ്പിൽ മഴയായിട്ട് കയറി നിന്നാലാണ്. എൻ്റെ വീടിൻ്റെ നേരെ ബാക്കിൽ വീടാണ്. അപ്പോൾ അന്നേരം ഇവർ വീണെന്ന് പറഞ്ഞപ്പോൾ ഓൽക്കൊരു സംശയം മറ്റേ കൂടെ ഒന്ന് വേറെ ഉണ്ടാക്കി വീണിക്കുന്നതാണ്. അപ്പോൾ ഒറ്റ പറഞ്ഞ് വീണിക്കുന്നതാണ്. അപ്പോൾ സംശയത്തിൻ്റെ പേരിൽ ഞാൻ വീട്ടിലിരിക്കുക. അന്നേരം ഇവർ ഓടി ഒന്ന് അത് ഇങ്ങനെ പോയി പറഞ്ഞു. അവന് വീട് തുറന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ വീട്ടിനുള്ളിൽ ആളില്ല. ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. നല്ല ഒഴുക്കാണ്. ഇതിലല്ല അത് തോതിൽ ആര് വീണാലും കിട്ടില്ല. അമ്മാതിരി ഒഴുക്കാണ്. മെഡിക്കൽ കോളേജിലും ചകരത്തും 2 വെള്ളം നന്നായിട്ട് ഈലിയ പോകാറ്. 2 നേരം ഡേനിയുണ്ട്. ശശി എത്ര കാലം ഇവിടെ താമസിക്കും? ഇവിടെ ജനിച്ച ചെറുപ്പം വരെ ഇവിടെ തന്നെ. സാധാരണ ഇതിൽ ഇവിടെ കിടക്കാറുണ്ടായിരുന്നു എന്ന് പറയും. കിടക്കണം അങ്ങനൊന്നുമില്ല. അവിടെ ഇരിക്കല് മാത്രമേ. എല്ലാവരും ബസ്സിൽ ഇരിക്കല് മാത്രമേ. ഇതിൻ്റെ ബാക്കിൽ തന്നെ അയാളുടെ വീട്. അയാളിപ്പോൾ വേറെ അങ്ങനെ ഇരിക്കലും പിടിക്കലൊന്നുമില്ല. അയാൾ ജോലി കഴിയും തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പം മഴ ആയതുകൊണ്ട് കയറിയിരുന്നതായിരിക്കും. ഏതായാലും ആ നിലയ്ക്ക് തന്നെയാണ് പറയുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹം ഇവിടെ ഇരിക്കാറൊന്നുമില്ല. പക്ഷേ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ചിലപ്പോഴൊക്കെ ഇവിടെ ഇരുന്ന് പോകാറാണ്. പ്രധാനമായും ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അവിടെ കയറിയിരുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കൂട്ടത്തിൽ 2 പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊന്നുമല്ല. പക്ഷേ അവർ 2 പേർ കൂടി ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. ഇയാൾ ഈ ഡ്രൈനേജിലേക്ക് വീഴുന്നത് അവർ കാണുകയും ചെയ്തു. പക്ഷേ അവരിൽ ചിലർ തന്നെ സംശയം പ്രകടിപ്പിച്ചു, വീണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയം പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും നാട്ടുകാർ സമീപവാസികളൊക്കെ ചേർന്നുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ തെരച്ചിൽ നടത്തി. അതോടൊപ്പം തന്നെ പോലീസിനെയും ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും ഫയർഫോഴ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വ്യാപകമായ തെരച്ചിൽ നടത്തി. ഏതാണ്ട് 12 മണി വരെ ഇന്നലെ തെരച്ചിൽ നടത്തി. പ്രധാനമായും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആഴമുള്ള ഒരു ഡ്രൈനേജാണ് ഇത്. ഏതെങ്കിലും തരത്തിൽ മൂടുകയും ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ നീരൊഴുക്ക് സാധാരണ ഇതിൽ തന്നെ ഉണ്ടാകുന്ന നീരൊഴുക്കുള്ള ഒരു പ്രദേശം കൂടിയാണെന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഈ നീരൊഴുക്കിനൊപ്പം തന്നെ ഇന്നലെ ശക്തമായ മഴ പെയ്ത ആ ഘട്ടത്തിൽ കൂടുതൽ വെള്ളം ഉയരുകയും ഏതാണ്ട് ഒരാൾപ്പൊക്കത്തിലൊക്കെ വെള്ളം ഉയരുകയും ചെയ്തിരുന്നു. ഇതോടുകൂടിയാണ് ഈ ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ പല മേഖലയിൽ ഏതാണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 കിലോമീറ്ററോളം നീളത്തിൽ ഇന്നലെ രാത്രി തന്നെ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ കാണാൻ
കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഈ സ്ലാബ് ഇട്ട് മൂടിയത് കൊണ്ട് തന്നെ അതിനുള്ളിൽ എവിടെയെങ്കിലും തങ്ങിപ്പോകാനോ കുടുങ്ങിപ്പോകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അത്തരത്തിൽ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിലേക്ക് തന്നെയായിരിക്കും ഫയർഫോഴ്സ് എത്തുക എന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നാട്ടുകാരുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ വ്യാപകമായി തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. 3 കിലോമീറ്റർ നീളത്തിൽ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വെള്ളം താഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ തെരച്ചിലും ഉടൻ പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അഭിലാഷ്, നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം കനത്ത മഴയായിരുന്നു കോഴിക്കോട് എന്ന് പറഞ്ഞു. നമ്മൾ ഈ ചില ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു, ഒളവണ്ണയിൽ നിന്നുള്ള ദൃശ്യമൊക്കെ കണ്ടിരുന്നു. ഈ സ്കൂളുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ടല്ലേ പലയിടത്തും? തീർച്ചയായിട്ടും ഈ റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം, പ്രധാനമായും ദേശീയപാതയുടെ നിർമ്മാണമൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ പല മേഖലകളിലും വെള്ളക്കെട്ടൊക്കെ രൂക്ഷമാണ്. പ്രത്യേകിച്ച് മഴ പെയ്യുന്നതോടുകൂടി തന്നെ പല മേഖലകളിലും വെള്ളം ഒഴുകിയെത്തുകയും വീടുകളിലേക്കും പരിസര പ്രദേശങ്ങളിലൊക്കെ ഇത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ നിൽക്കുകയാണ്. കാരണം ഇന്നലെ ഒളവണ്ണയിൽ കോടോത്തുംപാറ GLP സ്കൂളിൻ്റെ ഭാഗത്തേക്കാണ് ഇന്നലെ വലിയ തരത്തിൽ മഴ പെയ്തതിനെ തുടർന്ന് കുത്തൊഴുക്കുണ്ടായത്. ക്ലാസ് മുറികളിലടക്കം വെള്ളം കയറുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ ഇന്ന് ക്ലാസ് അവിടെ നടത്താൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക കൂടി രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ PTA അടക്കം ആളുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ സ്കൂളിൻ്റെ ഭാഗങ്ങളിലൊക്കെ വലിയ തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. സ്കൂളിൻ്റെ മുറ്റത്തും അതോടൊപ്പം തന്നെ ഈ ക്ലാസ് മുറികളിലൊക്കെ വെള്ളം കയറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഏതായാലും ഇതൊക്കെ ആശങ്കപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ദേശീയപാതയുടെ നിർമ്മാണം ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ സർവീസ് റോഡിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഇത്തരത്തിൽ ദുരിതം സൃഷ്ടിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ശാസ്ത്രീയമായി തന്നെ ഇതിൻ്റെ നിർമ്മാണം നടത്തണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും സർവീസ് റോഡ് ദേശീയപാത നിർമ്മാണം അനിവാര്യമായ ഒരു കാര്യമാണ്. പക്ഷേ അപ്പോൾ പോലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ, വീടുകളിലേക്കൊന്നും വെള്ളം കയറാത്ത തരത്തിൽ, സ്കൂളുകൾക്കൊക്കെ പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിൽ വേണം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ എന്നുള്ളൊരു ആവശ്യം കൂടി ഇവരുടെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു. കാരണം ദേശീയപാതയുടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം അശാസ്ത്രീയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഏതായാലും അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സ്കൂളിലേക്ക് വലിയ തരത്തിൽ വെള്ളം ഒഴുകുകയും സ്കൂളിലെ പ്രവർത്തനം തന്നെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. പക്ഷേ മറ്റൊന്ന്, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ താമരശ്ശേരിയിൽ നിന്ന് കാണാതായ ഒരു 13 വയസ്സുകാരി, അപ്പോൾ ആ കുട്ടിയെ 2 ദിവസം മുമ്പ് തൃശ്ശൂരിൽ കണ്ടതായി ഒരു വിവരം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഏത് രീതിയിലാണ് ഈ വാർത്തയിലൊരു അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? വെങ്കി, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ പെൺകുട്ടിയെ കാണാതായത്. സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയ സമയത്ത് ആ കുട്ടിയെ കാണാതായി. പിന്നീടുള്ള അന്വേഷണത്തിൽ ബന്ധുവായ ഒരാൾ ഇദ്ദേഹത്തെ പൾസർ ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയോടുകൂടി ഈ തൃശ്ശൂർ മേഖല, അതായത് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തിലെ ഒരു ലോഡ്ജിൽ ഇവരെ കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ലോഡ്ജിൽ ഒരു മുറിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പെൺകുട്ടി അവിടെ എത്തിയത്. പക്ഷേ ID കാർഡ് വേണമെന്ന് പറഞ്ഞതോടുകൂടി തന്നെ പെൺകുട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് വാർത്തകളിലൊക്കെ ഈ പെൺകുട്ടിയുടെ ദൃശ്യം വന്നതോടുകൂടിയാണ് ഈ ലോഡ്ജ് ഉടമ മനസ്സിലാക്കുന്നത് ഇത് കാണാതായി പോയ പെൺകുട്ടിയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങളുമൊക്കെ പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പെൺകുട്ടിയെക്കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവുമില്ല. പെൺകുട്ടിയും അതോടൊപ്പം തന്നെ ഒപ്പമുണ്ട് എന്ന് കരുതുന്ന യുവാവിനെക്കുറിച്ചും യാതൊരു വിവരവുമില്ല. യുവാവിനെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ ഒരു പോക്സോ കേസിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണം വ്യാപകമായി നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ മേഖലയിലുണ്ട്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയോട് കൂടിയാണ് തൃശ്ശൂരിൽ കണ്ടെത്തിയത്. പക്ഷേ അതിനുശേഷം അവർ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പ്രധാനമായും ഇവരുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ അവർ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തുന്നത് കുറേ കൂടി ബുദ്ധിമുട്ടാവുന്നു എന്നുള്ള കാര്യം കൂടിയാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെ പോലീസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഏതാണ്ട് ഒരാഴ്ചയോളമായി പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത്. 13 വയസ്സ് മാത്രമായി ആണ് ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് കാണാതായിട്ടുള്ളത്. 13 വയസ്സ് മാത്രമാണ് പെൺകുട്ടിയുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം താനൂരിലൊക്കെ കുട്ടികളെ കാണാതായിരിക്കുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 24 മണിക്കൂറിനകം തന്നെ കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് കണ്ടെത്താൻ കഴിയാത്തത് എന്നുള്ള വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും. അഭിലാഷ്, മറ്റൊന്ന്, ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു 3 സമരവും മാർച്ചൊക്കെ നടക്കുന്നുണ്ട്. കോഴിക്കോട്ടേക്ക് വന്നാലും ഒരു സമരത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അധ്യാപക ക്ഷാമത്തിനെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലബോറട്ടറി വിദ്യാർത്ഥികളുടെ സമരം ഇന്ന് നടക്കുന്നുണ്ടല്ലേ. അതിൽ ഈ 229 കുട്ടികളെ പഠിപ്പിക്കാൻ നിലവിൽ 3 അധ്യാപകർ മാത്രമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ന്യായമായ ഒരു സമരം തന്നെയല്ലേ ഇത്?
അത് തീർച്ചയായിട്ടും ന്യായമായ സമരമാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തെ ബാധിക്കുന്നൊരു വിഷയം കൂടിയാണ് ഈ ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ. കാരണം ലാബ് സൗകര്യമില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. അതോടൊപ്പം തന്നെ തങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി 3 അധ്യാപകർ മാത്രമാണുള്ളത്. അതേ 130 വിദ്യാർത്ഥികൾ ഒരു വിഭാഗത്തിലും അതോടൊപ്പം തന്നെ 99ഓളം കുട്ടികൾ മറ്റൊരു വിഭാഗത്തിലുമായി 2 വിഭാഗത്തിലായി 229 വിദ്യാർത്ഥികളുണ്ട്. ഇവരെ പഠിപ്പിക്കുന്നതിന് ആവശ്യമായ അധ്യാപകരില്ല. കാരണം 3 അധ്യാപകർ മാത്രമാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം 5 അധ്യാപകർ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ 2 പേർ വിരമിച്ചു. പക്ഷേ ആ പകരം പോലും അധ്യാപകർ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അതോടൊപ്പം തന്നെ ഇവർക്ക് ആവശ്യമായ ലാബ് സൗകര്യമില്ല. ഏതാണ്ട് 6 ലാബുകളോളം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിന് ആവശ്യമായ ലാബുകളില്ല. ഇപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ, അതായത് MBBS വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ലാബ് സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവരുടെ റിസർച്ചും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇപ്പോൾ പല വിദ്യാർത്ഥികളും വൈവയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആ വൈവയിലേക്ക് എത്തുമ്പോൾ ആണ് അവിടെ വരുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ മാത്രമാണ് ഇത് തങ്ങളുടെ പാഠഭാഗത്തുണ്ടായിരുന്ന വിഷയങ്ങളാണ് എന്ന് പോലും അവർ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നൊരു കുത്തിരിപ്പ് സമരം, അത് അധ്യാപകരെ തരൂ എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കുത്തിരിപ്പ് സമരത്തിലേക്ക് അവർ മുന്നോട്ട് പോവുകയും ചെയ്തത്. ഏതായാലും 12ഓളം അധ്യാപകർ വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അവരുടെ ആവശ്യം ന്യായമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്തേണ്ടുന്ന ആളുകൾക്ക് കൃത്യമായ പരിശീലനം ലഭ്യമായിട്ടില്ലെങ്കിൽ അവർ ഭാവിയിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ എത്രത്തോളം അവരുടെ കാര്യക്ഷമത ഉയർന്നു നിൽക്കുമെന്നുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും അവരുടെ സമരം ന്യായമാണ്. അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ടതാണ്. അവർക്ക് ആവശ്യമായ അധ്യാപകരെ നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അതായത് ലാബ് സൗകര്യങ്ങളടക്കം ലഭ്യമാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ പറയേണ്ടി വരും. കാരണം ഏതായാലും ഇവർ പൊതുസമൂഹത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ അവർക്ക് ഈ വൈദ്യശാസ്ത്ര മേഖലയിലൊക്കെ വലിയ തരത്തിൽ സംഭാവന നൽകേണ്ടുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ആരോഗ്യവകുപ്പ് പരിഗണിക്കണമെന്നുള്ള ആവശ്യം കൂടിയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, AK അഭിലാഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ